ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ പുതുവർഷത്തെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ ബീഫ് ബർഗറിൻ്റെ ആണ്, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്, കറി വെക്കാറുണ്ട്, വറുക്കാറുണ്ട്, പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ചിക്കൻ്റെ. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ ഇതുപോലെ ചെയ്യുന്ന വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നോക്കിയാലോ ഈ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും ചിക്കൻ്റെ ലെഗ് പീസാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തൊലിയൊക്കെ ഉണ്ട്. ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കണ്ട. അപ്പം നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 5 ലെഗ് പീസാണ് 1/2 കിലോ ചിക്കൻ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 250 ml പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 250 ml തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് പാലിൽ വേവിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ചിക്കൻ. അതിനായിട്ടാണ് പാലിൽ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്കൊരു 30 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ചിക്കൻ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായി മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. ഒരു സൈഡ് ഒരു വിധം വെന്തിട്ടുണ്ട്. നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 300 ഗ്രാം റസ്ക് പൊടി ഇട്ട് കൊടുക്കാം. ശേഷം 300 ഗ്രാം മൈദപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം അതിലോട്ട് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം വരും ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യേണ്ടത് കറുകപ്പട്ട ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സ്വല്പം ഒരീഗണോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ ചൂടാറി വരുന്ന സമയം കൊണ്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട കുത്തി ഒഴിക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് 2 മുട്ട കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പം നമ്മുടെ ചിക്കൻ ആദ്യം എടുത്തിട്ട് നമുക്ക് മുന്നേ മിക്സ് ചെയ്തിരുന്ന മിക്സിലോട്ട് നന്നായിട്ട് മുക്കി കൊടുക്കാം. ശേഷം നമുക്ക് മുട്ടയിലോട്ട് മുക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ മിക്സിലോട്ട് മുക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാനും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ ചിക്കനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലോട്ട് മാറ്റാണ്. അപ്പം ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി കൂടിയാണ്. അപ്പം നമ്മുടെ വെറൈറ്റി ആയ ഈ ഫ്രൈഡ് ചിക്കൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം സൂപ്പറാണ് കേട്ടോ. ഞാൻ KFC ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് എനിക്ക് ഇതിന് കിട്ടിയത്. ജീരകത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിതുപോലെ വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.